എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പനീർ ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായത്. പിന്നെ 2 ഇൻഗ്രീഡിയൻസേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് പനീർ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പാക്കറ്റ് പാൽ, അതായത് 1 ലിറ്റർ പാൽ. ഇത് ഫുൾ ക്രീം മിൽക്കാണ്. ഫുൾ ക്രീം മിൽക്കാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പനീർ കൂടുതൽ കിട്ടുക. അപ്പോൾ അത് പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കാച്ചാം. അത് പക്ഷേ കൈവക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ ഫുൾ ക്രീം മിൽക്ക് ആയതുകൊണ്ട് തന്നെ അടി പിടിച്ചു പോവും. പിടിക്കാണ്ട് നോക്കണം. നല്ലോണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇളക്കുമ്പോൾ അതിൽ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് വെക്കണം. 1 2 ചെറുനാരങ്ങ. കാരണം എത്ര വേണ്ടി വരുമെന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ തിള വരുന്നുണ്ട്. തിള തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോരാ, അതുകൊണ്ട് പിന്നെ ഒരു 4, രണ്ടും കൂടെ ആയിട്ട് കുറച്ചാണ് ഒഴിച്ചത്. അതുകൊണ്ടാണ് മൊത്തം 4 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കൈവക്കാണ്ട് ഇളക്കണേ. ഇളക്കുമ്പോൾ കണ്ടാവും വെള്ളം വേറെ തന്നെയായി വന്നില്ലേ. ഇതുപോലെ ആയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറെ ഒരു അരിപ്പയിൽ നല്ല കോട്ടൺ ക്ലോത്ത് ഒന്ന് വിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ചൂടോടെ തന്നെ പെട്ടെന്ന് തന്നെ ഇറക്കി ഉടനെ വെള്ളം ആ ചൂട് നിന്ന് അങ്ങ് ഒഴിവാക്കി കളയണം. അതിന് നമുക്കിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട്, പിഴിയാൻ തൊടാൻ പറ്റൂല. അതുകൊണ്ട് ആവുന്ന പോലെ ചെയ്തിട്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഐസ് ക്യൂബോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടാവും. വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട്, എന്നാൽ ഈ ചെറുനാരങ്ങേൻ്റെ പുളിപ്പെല്ലാം അങ്ങ് പോകും. അതിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നിട്ടിത് നല്ലോണം ഒന്നും കൂടി കൂച്ചി പിടിച്ചൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. നല്ലോണം അമർത്തി പിഴിഞ്ഞിട്ട് ഇതിൽ തന്നെ അങ്ങ് വിരിച്ച് വെച്ച് കൊടുക്കുക. നമുക്കിപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കലില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ പാലായതുകൊണ്ട് 1 ലിറ്റർ വെള്ളത്തിൻ്റെ വെയിറ്റ് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെക്കണം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. നിങ്ങൾക്ക് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറെല്ലാം ആകുമ്പോൾ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 മണിക്കൂറായിട്ടാണ് എടുത്തത്. അത് ഓപ്ഷണല്ല, എങ്ങനെ വേണമെങ്കിൽ. ഈ വെള്ളം നല്ല വെള്ളം കേട്ടോ. പിന്നെ അത് നിങ്ങൾക്ക് സൂപ്പെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇനി നമുക്കിതൊരു ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, കാണാൻ അങ്ങനെ വലിയൊരു അട്രാക്റ്റീവായിട്ടൊന്നും തോന്നൂല. ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്നത് നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ മെഷീനിൽ ഉണ്ടാക്കുന്നതായിരിക്കില്ല. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമായത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് മക്കൾക്കെല്ലാം കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് മുറിച്ചിട്ട് നമുക്കിത് 1 മാസം വരെ വേണമെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ കാണുമ്പോൾ അത്ര ഒരു പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നും, പക്ഷേ നല്ല സ്മൂത്തായിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഇളം ചൂടുള്ള ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്തിട്ട് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.